പിന്നെ ആരെയൊക്കെ ഞാൻ ഗൂഗിൾ പേ വഴി പൈസ അയച്ചു കൊടുത്തതും ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കൊടുത്തതും എല്ലാത്തിൻ്റെയും രേഖകളും എല്ലാം എനിക്ക് 2 ലക്ഷം രൂപ തന്നതിൻ്റെ റെസീപ്റ്റും എല്ലാ കാര്യങ്ങളും ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം. ഞാനായിട്ട് ഒരിക്കലും ഒരു സ്ത്രീയുടെ ഒരു പെൺകുട്ടിയുടെ ഇത് കളയാൻ വേണ്ടി നമ്മളായിട്ടൊന്നും ചെയ്തിട്ടില്ല. പെൺകുട്ടിയുടെ വിവാഹം നടക്കുന്ന സമയത്തൊന്നും താങ്കൾ ഈ പരാതി ഉന്നയിച്ചിരുന്നില്ല, ഇതെന്തുകൊണ്ട് ഇപ്പോൾ വന്നതെന്നൊക്കെ പറയുന്നുണ്ട്, അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ. ഞാനൊരിക്കലും മാധ്യമത്തിലൂടെ വന്ന് ഒരു പെൺകുട്ടിയുടെ വീഡിയോസോ അല്ലെങ്കിൽ അവളുടെ ഒരു സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് എല്ലാം തുറന്നു പറയണമെന്ന് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. എന്നെ സംബന്ധിച്ച് എന്നിൽ നിന്ന് പറ്റിച്ച് അവർ ഈടാക്കിയ ആ എമൗണ്ട് കിട്ടിയാൽ ഞാൻ ഓക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഒന്നിനും പോകാതിരുന്നത്. ഞാനായിട്ടൊരു മാധ്യമത്തിൽ പോയതല്ല, മാധ്യമം FIR ഇട്ടത് മാധ്യമം എങ്ങനെയാണ് അറിഞ്ഞു, അങ്ങനെയാണ് എന്നെ കോൺടാക്ട് ചെയ്തത്. അങ്ങനെ ആര്യ പറഞ്ഞത്, ആര്യയുടെ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്താ പറയുക, ആര്യയുടെ അച്ഛനുമായിട്ടായിരുന്നു സാമ്പത്തിക ഇടപാടിൽ ശത്രുതയുണ്ട്. ആര്യയുടെ അച്ഛനുമായിട്ട് സാമ്പത്തിക ഇടപാടിൽ ശത്രുതയുണ്ടെങ്കിൽ ആര്യ എന്തിനാണ് 2 ലക്ഷം രൂപ എനിക്ക് സ്റ്റേഷനിൽ വെച്ച് ട്രാൻസ്ഫർ ചെയ്ത് തന്നത്?